ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനൊക്കെ മുഖാന്തരമായി തീരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രിയ സഹോദരിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ ദേവദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ജിനോ, എന്തോ ഉണ്ട്? കർത്താവ് സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. എല്ലാം നല്ലോണം കർത്താവിന്റെ കൃപയാൽ നടക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒത്തിരി കർത്താവിനെ രുചിച്ചറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ ദാസ്യെ ബലപ്പെടുത്തണമേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ സഹായിച്ചാട്ട. സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ജിനോ, എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാട്ട്? ഞാൻ ആന്റി ലേക്ക്ലൻഡ് ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഓക്കെ, വീട്ടിലെ ആരൊക്കെ ഉണ്ട്? സോ ഇപ്പൊ എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത 2 ആൺപിള്ളേരും 1 കുഞ്ഞ് പെൺകുഞ്ഞും. എനിക്ക് അല്ലാതെ എൻ്റെ ഞങ്ങളുടെ അടുത്ത് തന്നെ എൻ്റെ മാതാവും എൻ്റെ സിബ്ലിങ്സും എൻ്റെ ഇൻലോസും എല്ലാം ഉണ്ട്, സിസ്റ്റർ ഇൻലോസും എല്ലാം ഉണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ജിനോയ്ക്ക് നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവം, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ചാനലിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ജിനോയെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. സോ ഞാൻ ആദ്യം തന്നെ ഞാൻ നാട്ടിൽ തുമ്പോൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എൻ്റെ അപ്പാപ്പയുടെ പേര് സ്റ്റീഫൻ സാമു, എൻ്റെ മമ്മിയുടെ പേര് ഗ്രേസി സ്റ്റീഫൻ. പപ്പ പെന്തക്കോസിലായിരുന്നു, മമ്മി ആണെങ്കിൽ യാക്കോബയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് 22-ാമത്തെ വയസ്സിൽ പെന്തക്കോസിലേക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ഞങ്ങൾ എല്ലാവരും അവിടെ ഇന്ത്യയിലായിരുന്നു. പക്ഷെ എൻ്റെ 11-ാമത്തെ വയസ്സിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഫിലദൽഫിയ എന്നുള്ള സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുമായിരുന്നു. പപ്പയുടെ ഹോൾ ഫാമിലി ഇവിടെ. അപ്പം അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തതിൻ്റെ റീസണ്. എനിക്ക് മൂത്തായിട്ടൊരു ചേച്ചിയുണ്ട്, അവളും ഫാമിലിയും ഇവിടെ തന്നെ ലേക്ക്ലൻഡിലുണ്ട്. ഇപ്പം എനിക്ക് ഇളയ 2 ആങ്ങളമാരും ഉണ്ട്, അവരും കുടുംബമായിട്ട് ഇപ്പം ഇവിടെ ലേക്ക്ലൻഡിലുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചിലെ മുതലേ പെന്തക്കോസ് പാരമ്പര്യത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. പെന്തക്കോസിനെ സൺഡേ സ്കൂളിൽ പോവുകയും ചർച്ചിൽ പോവുകയും അങ്ങനത്തെ ബേസിക് ഫൗണ്ടേഷനിലോടാണ് ഞാൻ വളരുന്നത്. അതിന് യാതൊരു ഇതുമില്ല. പക്ഷേ ഞാൻ നമ്മുടെ കർത്താവ് ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ പേര് വിളിച്ച് മാറ്റുന്നു എന്നുള്ളൊരിതുണ്ടല്ലോ. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷെ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എന്നെ നശിപ്പിക്കാൻ ട്രൈ ചെയ്തു. അപ്പം എൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ മമ്മി എപ്പോഴും പറയും, എൻ്റെ കണ്ണിൻ്റെ നരമ്പ് വരെ പൊട്ടിച്ചാൽ നീ വെളി വന്നേന്ന് പറയും. ഞാൻ വലിയ കുഞ്ഞുമായിരുന്നു. സോ ആ ഒരു ഘട്ടത്തിൽ നിന്ന് എന്നെ കിട്ടാതെ പോകും, മരിച്ചു പോകുന്നുള്ള സാഹചര്യത്തിൽ നിന്നാണ്, അമ്മയുടെ ജീവിതം പോലും റിസ്ക് ചെയ്താണ് ഞാൻ വെളിയിൽ വരുന്നത്. അവിടുന്ന് ദൈവം എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞങ്ങൾക്ക് 2 ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൂത്ത ഒരു ചേച്ചിയായിരുന്നുള്ളേ. അത് കഴിഞ്ഞ് ഞാനുണ്ടായേ. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു പഴയ രീതിയിലൊരിത് വെച്ചാണെങ്കിൽ, അയ്യോ 2 പെൺപിള്ളേരായി പോയല്ലോ സ്റ്റീഫ, നിന്റെ നാമം കൊണ്ടുപോവാൻ ആരുമില്ലല്ലോ, ലെഗസി അല്ലെ, ആരുമില്ല നിന്റെ നാമം ഇങ്ങനെ വർഷങ്ങളോളം കൊണ്ടുപോവാൻ എന്നും പറഞ്ഞ് പപ്പായെ മനസ്സിൽ ഒത്തിരി വേദനിപ്പിച്ചു.
അന്നേരം പപ്പയും കരുതി എനിക്ക് 2 പെൺപിള്ളേരാണല്ലോ എന്നാണെന്ന്. അത് ഞാൻ പറഞ്ഞതിന് റീസൺ ഞാനത് വെളിപ്പെടുത്താം. എൻ്റെ പപ്പ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ നാമം നിന്നു പോകുമല്ലോ, എൻ്റെ പേരിന് ലെഗസി ഇല്ലാതായല്ലോ എന്ന്. പപ്പ സൗദി അറേബ്യയിലായിരുന്നു ആ സമയത്ത്, കുഞ്ഞായിരുന്ന സമയത്ത്. ഞാൻ കുഞ്ഞായിരുന്നു. പപ്പ അവിടെ ആയിരുന്ന സമയത്ത്. പപ്പ പല സമയത്ത് അവിടെ പല പാസ്റ്റർമാരൊക്കെ ആയിരുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഇടയ്ക്ക് ഒരു തമിഴ് പാസ്റ്റർ അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് പപ്പായോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അതനുസരിച്ച് നിനക്ക് 2 ആൺമക്കളെ ദൈവം തരും എന്ന് പറഞ്ഞു. അത് പപ്പായ്ക്ക് ആ വാഗ്ദത്തം പപ്പ മുറുകി പിടിച്ചു. പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പം മമ്മിയുടെ കൂടെയും ചേച്ചിയുടെ കൂടെയും ഒക്കെ ആയിരുന്നു. അന്നേരം അവിടെ വെച്ച് എനിക്ക് വേഗം സ്കിന്നിൽ ഒരു തരം ഡിസീസ്, എനിക്ക് എൻ്റെ പേരറിയത്തില്ല, കുട്ടീനിയസ് ഇൻഫെക്ഷൻ ഡിസീസ് പോലെ, അതും എൻ്റെ ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ പടർന്ന് അതിങ്ങനെ ബ്ലീഡ് ഔട്ട് ചെയ്യും ത്രൂ ഔട്ട് ദ ഡേ. കഴുകും, ക്ലീൻ ചെയ്തും അങ്ങനെ എന്നെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് മെഡിക്കൽ ഇംഗ്ലീഷ് മെഡിസിൻ ചെയ്തു. ലാസ്റ്റ് അവർ പറഞ്ഞു ഒന്നുമില്ല. അത് എനിക്ക് അവർ മമ്മി എന്നെ ആയുർവേദ ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയി. അവരും പറഞ്ഞു ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ എല്ലാം ചെയ്യുക. ഇങ്ങനെ ലൈക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ബ്ലീഡ് ഔട്ട് ചെയ്യും, ഇങ്ങനെ ആ ഒരു ഇതാ. അങ്ങനെ വരുന്നവരും പോകുന്നവരും എല്ലാം എന്നെ കണ്ടിട്ട് മമ്മിയോട് പറയും, കൊച്ചിന് ചത്തോലായല്ലോ, ഇതങ്ങ് ചാറായല്ലോ. അപ്പൊ ഞാൻ ചിലപ്പോ ഇപ്പൊ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ കരുതും, അയ്യോ പാവം ഇയ്യോബ്. എനിക്ക് ഇച്ചിരിക്ക് ഓർമ്മയുണ്ട് അന്ന് അനുഭവിച്ച വേദന. അപ്പൊ ഞാൻ പാവം ഇയ്യോബ് എന്തുമാത്രം അനുഭവിച്ചു കാണുമെന്നൊക്കെ ഞാൻ കരുതാറുണ്ട്. പക്ഷെ അതിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. എനിക്ക് ഒരു ശരീരത്ത് ഒരു പാട് പോലും എൻ്റെ ഇല്ല ഇപ്പം. അതിൽ നിന്നും ദൈവം വിടുവിച്ചു. അത് കഴിഞ്ഞ് പപ്പ എവൻച്വലി അവിടെ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് 2 അനിയന്മാരുണ്ടായി. അനിയന്മാരും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരിക്കൽ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് പപ്പായും എന്നെ തന്നെ വിടാനുള്ള മടി, ഞങ്ങളെങ്ങും തന്നെ വിടത്തില്ല. പപ്പ ഞങ്ങൾക്ക് 2 പെൺപിള്ളേരായിരുന്നു, അതുകൊണ്ട് എങ്ങും തന്നെ വിടത്തില്ലായിരുന്നു. പപ്പായും കൂടെ വന്നു. കൂടെ വന്ന സമയത്ത് വണ്ടിയുടെ ഈ നാട്ടിലത്തെ വണ്ടിയുടെ ഈ സ്റ്റെപ്പ് കയറുന്ന അവിടുത്തെ ആ സീറ്റിലായിരുന്നു പപ്പായും ഞാനും ഇരുന്നേ. വണ്ടി ബ്രേക്ക് പിടിക്കുകയും അതിൻ്റെ ഇടയിൽ കൂടെ ഞാനങ്ങ് താഴോട്ട് പോയി. ഡോറില്ലാത്ത ബസ്സായിരുന്നു. ഓടുന്ന വണ്ടിയുടെ ഇടയിൽ കൂടെ ഞാനങ്ങ് താഴെ പോയി. അവിടുന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ഒന്നും പറ്റിയില്ല. ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് അപ്പ വാങ്ങുന്ന വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ് ചാടി ഇറങ്ങി വന്ന് എനിക്കൊന്നും പറ്റില്ല. അവിടുന്ന് തന്നെ ദൈവം കാത്ത് സൂക്ഷിച്ചു. അങ്ങനെ ഇതായി. ഏകദേശം ഞങ്ങളിപ്പോൾ അമേരിക്കയിലേക്ക് ഇങ്ങ് പോരുവാണ്. അപ്പോൾ അമേരിക്കയിലോട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് 11 വയസ്സാകുമ്പം ആകെ ഒരു കൺഫ്യൂസ് സ്റ്റേജാണ്. നമ്മുടെ ടീനേജർ ഏജ് ആയിട്ടില്ല, എന്നാൽ ടീനേജർ ഏജ് ആണോ അതുമാണ്. പിന്നെ ആ ഒരു ഏജിലാണല്ലോ നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം അറിഞ്ഞവരാണ് എന്നുള്ളൊരു ചിന്തയും. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ മോശമല്ലായിരുന്നു, ഞാൻ പഠിക്കാൻ നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് സയൻസിൽ ഭയങ്കര താല്പര്യമായത് കാരണം ഞാൻ സയൻസിൽ ഒത്തിരിയായിട്ട് വിശ്വസിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ മനസ്സിലേക്ക് എനിക്കിങ്ങനെ ചിന്ത വന്നു, കർത്താവ് എന്ന് പറഞ്ഞൊരാളില്ല, അത് ദൈവം ഉണ്ടാക്കി, ദൈവത്തെ നമ്മൾ മനുഷ്യരുണ്ടാക്കി, മനുഷ്യരെഴുതി വച്ചു. കാരണം ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ വേണം, ഒരു മോറൽ ലൈഫ് ജീവിതത്തിൽ വേണം. അപ്പം മനുഷ്യരെ നമ്മൾ ഈ വരയിൽ ഇങ്ങനെ ആക്കാൻ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്നാക്കാൻ വേണ്ടി മനുഷ്യരുണ്ടാക്കിയ ഒരു ആളാണ് ദൈവം. അതിനുവേണ്ടി കുറേ ടെക്സ്റ്റ് ബുക്സ് എഴുതി. ഇതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ എൻ്റെ പപ്പായുടെയും മമ്മിയുടെ കൂടെ ഞാൻ ചർച്ചിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു, ഞാൻ സഭയിൽ ആക്റ്റീവായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കറിയായിരുന്നു ദൈവമില്ല. ഞങ്ങൾ സ്കൂളിൽ സംസാരിക്കുമ്പോഴാണേലും സ്കൂളിൽ കൂട്ടുകാരോട് ഞാൻ പറയുന്നു, ഓ ദേർസ് നോ സച്ച് തിങ് ആസ് ഗോഡ്, ദൈവം എന്ന് പറഞ്ഞ ആളില്ല എന്നായിരുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഞാനത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് എനിക്ക് 11ൽ പഠിക്കുമ്പം വേഗം അസ്വസ്ഥത പോലെ ഫീൽ ചെയ്തു. ഇങ്ങനെ ബോഡിയിൽ ഭയങ്കര ചൂട് പോലെ വന്നു. നോസിയേറ്റഡ്, വോമിറ്റിങ് പോലെ അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പം ഞാൻ വീട്ടിലേക്ക് പോയപ്പം അവിടെ ചെന്ന ആ സമയത്ത് മമ്മിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നുണ്ട്, എനിക്ക് നോസിയേറ്റഡ് ആണ്, ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ 2 പേരൻസും ഓവർനൈറ്റ് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അവർ പകൽ ഉറങ്ങുമായിരിക്കും. അപ്പം അമ്മ പറഞ്ഞു, നീ ഇച്ചിരി നേരം കിടക്ക്, എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ കിടക്കാം, പ്രാർത്ഥിക്കാം ഒക്കെ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളും കണ്ടു ഞാൻ വയ്യാതെ കിടക്കുവാണെന്ന്. രാത്രിയായപ്പോൾ എൻ്റെ പേരൻസ് വീട്ടിൽ ജോലിക്കായിട്ട് പോയി. ആം, എൻ്റെ ചേച്ചി എൻ്റെ വേദന സഹിക്കുന്നത് പറ്റുന്നതിലും അപ്പുറമായി എന്ന് കണ്ടപ്പം എൻ്റെ ചേച്ചി എന്നെ 911 വിളിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ പല ടെസ്റ്റും നടത്തി, അവരെ സിംറ്റംസ് ചോദിച്ചു എടുത്തു. ടെസ്റ്റ് എല്ലാം നടത്തി അവർ കാറ്റ് സ്കാൻ ചെയ്തപ്പം എൻ്റെ പാൻക്രിയാസിൻ്റെ അവിടെയായിട്ടൊരു മുഴ പോലെ ഒരു ഷാഡോ പോലെ കണ്ടു. അങ്ങനെ അവരെന്നെ അവിടുത്തെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് അന്ന് തന്നെ മൂവ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളെ ഒരു ഡോക്ടർ പറഞ്ഞു എനിക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. അപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ നമ്പേഴ്സ് പറയാനാണെങ്കിൽ ഇപ്പം പാൻക്രിയാറ്റിക് ക്യാൻസർ 13% ഉള്ളൂ സർവൈവ്. 13% ആൾക്കാരെ സർവൈവ് ചെയ്യത്തുള്ളൂ. അന്ന് ഞാൻ പറയുന്ന സമയങ്ങളിൽ 2000 ആ സമയങ്ങളിൽ 3% മാത്രമേ ഉള്ളൂ സർവൈവൽ. ആർക്കെങ്കിലും അഥവാ പാൻക്രിയാറ്റിക് ക്യാൻസറായിട്ട് ഡിസ്കവർ ചെയ്യുവാണെങ്കിൽ അത് ടു ലേറ്റ് ഇൻ സ്റ്റേജിലാണ് ഡിസ്കവർ ചെയ്യുക. അപ്പത്തേന് സ്പ്രെഡായി സ്റ്റേജ് 3യിലേക്ക് വല്ല ആയിക്കാണും. അഥവാ അതിന് മുമ്പ് ഡിസ്കവർ ചെയ്താൽ റിമിഷനിലേക്ക് പോയി അത് വീണ്ടും ക്യാൻസറായിട്ട് വന്ന് ആ ആടെ ജീവിതം എടുക്കുവാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പം പാൻക്രിയാറ്റിക് ക്യാൻസർ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഗൗരവം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കറിയാം ഞാൻ അധികം നാൾ ഈ ഭൂമിയിൽ ഇല്ല എന്നറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പഠിക്കാൻ ഞാൻ ഇച്ചിരി മിടുക്കിയായിരുന്നു. ഞാൻ നല്ലൊരു സ്കൂളിലായിരുന്നു ഫിലദൽഫിയ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ എൻ്റെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടൊന്നുമല്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ മിടുക്കാന്നായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ കരുതി ഞാൻ പരീക്ഷ എഴുതി പഠിക്കാനുള്ള മിടുക്ക് കാരണം എനിക്ക് അവിടെ കിട്ടിയതാണെന്ന്. സോ അതിൻ്റെതായ കുറച്ച് അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓൾറെഡി ഞാനൊരു 5 ഇയർ പ്ലാൻ ഞാൻ തന്നെ എൻ്റെ തലയിൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യും, ഞാൻ ഇത്ര GPA മേടിക്കും, ആ GPA മുഖേന എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും. എൻ്റെ പേരൻസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓവർനൈറ്റാണ് ജോലി ചെയ്യുന്നത്. അവർ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇവിടെ കോളേജ് വിട്ട് പഠിപ്പിക്കാൻ തക്കോണമുള്ള എമൗണ്ട് അവർ ഉണ്ടാക്കുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ പ്ലാൻ ഇട്ട് സ്കോളർഷിപ്പ് മേടിക്കും, മിലിറ്ററിയിൽ ഞാൻ ജോയിൻ ചെയ്യും. അപ്പം മിലിറ്ററിക്കാർ എനിക്ക് വേണ്ടി പേ ചെയ്യും. ഞാൻ മിലിറ്ററിക്കാരോട് പോയി സംസാരിച്ചു. അവർ പറഞ്ഞു എന്നെ എൻറോൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ എൻലിസ്റ്റ് ചെയ്തു, പേരെഴുതി. അങ്ങനെ എൻ്റെ 5 ഇയർ പ്ലാനിൽ ഞാൻ എൻ്റെ പ്ലാനിൽ മുന്നോട്ട് പോവാൻ ഞാൻ എൻ്റെ കോളേജ് ലൈഫ് വരെ ഞാൻ സെറ്റ് ചെയ്തു. ആ സമയത്താണ് എനിക്ക് ഈ അസുഖം വരുന്നത്, ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ വേഗം എൻ്റെ കണ്ണു മുമ്പിൽ എനിക്ക് ആ ഡോക്ടർ മമ്മിയോടും ചേച്ചിയോടും ഒക്കെ സംസാരിക്കുന്നെങ്കിലും പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ലൈഫിൽ ക്യാൻസർ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ അപ്പം തന്നെ പോയി. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെയും ക്യാൻസർ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഇങ്ങനെ പറയത്തുള്ളൂ. വലിയിട്ട് നമുക്ക് വലിയ ഇതില്ല. കാരണം സർവൈവ് ചെയ്യാൻ ഇച്ചിരിയിലും ഒരു 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 ഇതുണ്ട്. കീമോ അതിലൊക്കെ നമുക്ക് എങ്ങനെയും സർവൈവ് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ആ സമയങ്ങളിൽ ക്യാൻസർ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി പോയി. അത് തന്നെ ഇങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഇങ്ങനെ അവർ സംസാരിക്കുന്നത് കേൾക്കും എടുക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അങ്കിള് വന്നിട്ട് പറഞ്ഞു, അങ്കിള് തലേന്ന് സ്വപ്നം കണ്ടായിരുന്നു എന്നെ ഒരു വെള്ള കാസ്കറ്റിൽ വെള്ള ഉടുപ്പിട്ട് നല്ല മനോഹരമായി കിടത്തിയേക്കുന്നെന്ന്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവെ എൻ്റെ കാര്യത്തിൽ ഒരു ഇതായി അന്ന്. അപ്പൊ ഈ 16 വയസ്സുള്ളപ്പം ജീവിതം ഇനി മുന്നോട്ടില്ല എന്നുള്ളൊരിത് വന്നു. ദൈവത്തിൽ വിശ്വാസമില്ല. ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാനൊന്നും മിണ്ടുന്നുമില്ല, എടുക്കുന്നുമില്ല, വിശ്വാസമില്ല. അങ്ങനെ ഇരുന്ന ഒരു ദിവസം എൻ്റെ പപ്പയുടെ എപ്പോഴും ഒരു ബൈബിള് കാണും. കയ്യിൽ വലിപ്പമുള്ള ഒരു സ്മോൾ കോമ്പാക്ട് ബൈബിള് കാണും. അപ്പം ആ ബൈബിളും കൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർ ജോലി ചെയ്യണമായിരുന്നു. അവർക്ക് നമ്മുടെ അമേരിക്കൻ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പോയിന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പം ജോലി ചെയ്താലേ എനിക്ക് ആശുപത്രിയിൽ നിൽക്കാനുള്ള ഇൻഷുറൻസ് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അവർ അന്ന് വൈകിട്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്ന. അപ്പം അന്നേരം എൻ്റെ ഈ ബൈബിൾ തന്നിട്ട് പപ്പ പറഞ്ഞു, മോളെ നീ വിശ്വസിക്ക്, നീ വിളിച്ചപേക്ഷിച്ച കർത്താവ് പ്രവർത്തിക്കും, നീ വിശ്വസിക്ക്, പപ്പ പറയുന്ന കേക്കെന്ന് പറഞ്ഞു. പപ്പ എന്നിട്ട് ആ ബൈബിൾ എൻ്റെ തന്നിട്ട് പോയി. അപ്പം നാളെ രാവിലെ എനിക്ക് സർജറിയാണ്. അപ്പം
എനിക്ക് സർജറി ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ചാൻസ് കുറവാ. കാരണം എൻ്റെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് എല്ലാം എൻ്റെ വൈറ്റൽസ് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ കൂടെ കൂടെ ഇത് കിടന്ന് അടിക്കുമ്പോൾ അവർ കയറി വരും, കയറി വന്നിട്ട് പറയും സ്റ്റേബിൾ ആയില്ലെങ്കിൽ നാളത്തെ സർജറി നമുക്ക് മാറ്റി വെക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അന്നേരം ഈ ഇത് അൺസ്റ്റേബിളും ആണ്. എനിക്ക് സർജറി സംഭവിക്കത്തുമില്ല. എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. കഴിക്കാൻ പറ്റത്തില്ല. NPO ആണ്. ഞാൻ വെള്ളവും ഇല്ല, കഴിപ്പും ഇല്ല, ഫുഡൊന്നും ഇല്ല. ചെയ്യാൻ പാടില്ല. എന്നാൽ തന്നെ എൻ്റെ ചേച്ചി കോട്ടൺ സ്വാബില് വെള്ളം മുക്കി എൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ തേച്ചിരുന്നു. കാരണം ചുണ്ടെല്ലാം ഈ വരണ്ട് പൊട്ടിത്തുടങ്ങി. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത എന്നാലും ചേച്ചി അത് ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ ഈ ചുണ്ടിന്റെ അവസ്ഥയൊക്കെ കണ്ട് ഞാൻ പിന്നെ വെള്ളത്തിന് വേണ്ടി ഞാൻ ചോദിക്കും, ഇച്ചിരി വെള്ളം താന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പൊ അവള് താഴെ പോയി ഫുഡ് മേടിച്ചോണ്ട് വരുന്ന സമയത്ത് ഞാൻ ഈ ബൈബിൾ അവിടെ ഇരിക്കുന്ന കണ്ട ബൈബിൾ എടുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെ നെഞ്ചത്തോട് ചേർത്തിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ നീ റിയൽ ആണെങ്കിൽ, കർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണം, എനിക്ക് സൗഖ്യം നൽകണം. അങ്ങനാണെങ്കിൽ ഞാൻ എവിടെ ആണെങ്കിലും നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും എന്നൊരു പ്രോമിസ് ഞാൻ അന്ന് അവിടെ വെച്ച് കൊടുത്തു. ചേച്ചി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പക്ഷെ ആ സമയത്ത് എനിക്കുണ്ടല്ലോ ഒരു വല്ലാത്ത പീസ്ഫുൾനെസ് എനിക്ക് ഫീൽ ചെയ്തു ഉച്ചയൊട്ട്. എനിക്കങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത തണുപ്പാണോ അതല്ല. പക്ഷെ ഒരു ഭയം എന്നിലില്ല. എനിക്ക് ആ വെപ്രാളമില്ല. നാളെ എന്ത് സംഭവിക്കും? നാളെ എനിക്ക് സർജറിയാ. പേടിയില്ല. ഒന്നും ഇല്ലാത്ത ഒരു പീസ്ഫുൾനെസ് എൻ്റെ ദേഹത്ത് മേടിച്ചു തൊട്ട് താഴെ വരെ ഫീൽ ചെയ്തു. പിറ്റേ ദിവസം സർജറി ചെയ്തു. സർജറി ചെയ്ത് എന്നെ വീട്ടിൽ വിട്ടു. എനിക്ക് കീമോയ്ക്കുള്ള പോർട്ട് അവരെ അപ്ലൈ ചെയ്തു. അവർ കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കോഴ്സ് എല്ലാം അവർ പ്ലാൻ ഔട്ട് ചെയ്തു. ഇവിടെ അമേരിക്കയിൽ അവർ അത് ഓൾറെഡി അവരിങ്ങനെ ഇത് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ കുറെ ഡോക്ടർമാർ കൂടി അവർ പ്ലാൻ ഔട്ട് ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് എനിവേ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്നു. കാറ്റ് സ്കാൻ എടുത്തപ്പം എൻ്റെ ഡോക്ടർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കെവിൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. ഡോക്ടറെ എൻ്റെ കാറ്റ് സ്കാൻ നോക്കിയിട്ട് പറഞ്ഞു, യു ആർ എ മിറക്കിൾ ചൈൽഡ്. നിന്റെ ദേഹത്ത് ഒരു ക്യാൻസർ സെല്ല് പോലും ഞങ്ങൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഞാൻ പോർട്ട് എടുത്ത് കളയാൻ ഞാൻ തീരുമാനിക്കുക, കീമോ നിനക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ബിനായൻ ട്യൂമർ അല്ലായിരുന്നു, എൻ്റേത് മെലിഗന്റ് ട്യൂമർ ആയിരുന്നു. അതിൻ്റെ അർത്ഥം അത് ക്യാൻസറസ് ആണ്, അത് സ്പ്രെഡ് ആയതായിരുന്നു. സ്പ്ലീൻ എനിക്കില്ല. എൻ്റെ സ്പ്ലീൻ റിമൂവ് ചെയ്ത പാൻക്രിയാസിൻ്റെ 3/4 റിമൂവ് ചെയ്ത എനിക്ക് പാൻക്രിയാസിൻ്റെ ടെയിൽ മാത്രമേ ഉള്ളൂ ഇപ്പം. സോ എനിക്ക് പാൻക്രിയാസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസി ഉണ്ടാവും. അപ്പം നമ്മൾ ഈ മരുന്നെടുക്കണം, ഡയബറ്റീസിൻ്റെ മരുന്നുകൾ എടുക്കണം. അങ്ങനത്തെ യാതൊരു മരുന്നും എനിക്ക് എടുക്കണ്ട. സ്പ്ലീൻ റിമൂവ് ചെയ്തതായതുകൊണ്ട് ഇമ്മ്യൂൺ സപ്രസൻറ്റ് എടുക്കണം, അതും ഞാൻ എടുക്കേണ്ട വന്നില്ല. എനിക്ക് യാതൊരു രീതിയിലും ആ അസുഖം കാരണം പിന്നൊരു ബുദ്ധിമുട്ടോ ഒന്നും പറ്റിയിട്ടില്ല. കർത്താവ് എന്നെ പരിപൂർണമായി ഹീല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എവറി 6 മന്ത് ഞാൻ പോകണമായിരുന്നു ഡോക്ടർ ചെക്കപ്പ് നടത്താൻ. ഞാൻ എവറി 6 മന്ത്സ് പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോഴെല്ലാം ഒരിക്കൽ പോലും ഇതുവരെ ഇപ്പൊ 25 വർഷം ആവുന്നു, ഇതുവരെ എനിക്ക് യാതൊരു രീതിയിലും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, ആ ഒരു രോഗം പോലും. പക്ഷെ അതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്. കർത്താവ് വിളിച്ച ആളെ തിരിച്ചു കൊണ്ടുവരിക. കാരണം ഞാൻ ഓടുന്ന ഓട്ടത്തിൽ എനിക്ക് കർത്താവിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. ആ പോയിന്റിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതുപോലെ തന്നെ പല സമയങ്ങളിൽ പല പ്രായ സമയത്തായിട്ട് എൻ്റെ അടുത്ത് ദൈവദാസന്മാർ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, നീ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണോ. പക്ഷെ നമ്മുടെ കൾച്ചർ പ്രകാരം ഒരു പെൺകൊച്ചു ദൈവവേലയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. എൻ്റെ ചിന്തയിൽ അതൊരിക്കലും എന്തോ വേല ചെയ്യാനാ എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പപ്പായ്ക്ക് പെൺകുഞ്ഞുങ്ങൾ പേരെടുക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായ മോനെ ജെയിനെ പപ്പ ഡെഡിക്കേറ്റ് ചെയ്ത ദൈവവേലയ്ക്ക്. എന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ അനിയനെയാ പപ്പ പറഞ്ഞ് ദൈവം എനിക്ക് ദാനമായി തന്നു, ഡെഡിക്കേറ്റ് ചെയ്യുവാന്ന്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ന് ഞാൻ സാക്ഷി പറയണമെന്നുള്ള ഇതിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ വേഗം ഒരു കാര്യം ഓർത്തതാ. നമ്മുടെ ആശാരി ഉദേശി എന്നും പറഞ്ഞൊരു പാസ്റ്ററിന്റെ മോൻ വിക്ടർ,
ആം, ആം, ആ ആ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം എൻ്റെ പപ്പ എൻ്റെ അനിയനെ കൊടുത്തിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവനെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചാന്ന് പറഞ്ഞു. ആ സമയത്തൊന്നും എനിക്ക് ദൈവത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളാ. പക്ഷെ പാസ്റ്റർമാർ വന്നൊന്നും നമ്മൾ റൂഡൊന്നും അല്ല. നമ്മള് അവിടെ നിക്കും. നമ്മൾ ആരോടും ഒന്നും പറയത്തില്ല എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്. ആ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തുടങ്ങാൻ നേരത്ത് പറഞ്ഞു, "അച്ഛാ പക്ഷെ ഇതല്ലല്ലോ ദൈവം നോക്കുന്ന ആള്. ദൈവം വിളിക്കാൻ പോകുന്ന ആൾ ഇതല്ലല്ലോ" എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് പുള്ളി ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്നങ്ങ് അവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ പുള്ളി നോക്കിയ നോട്ടം, നിന്നെ ദൈവം വിളിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പുള്ളി അതും അന്ന് പറഞ്ഞില്ല. പക്ഷെ പിന്നീട് പലപ്പോഴും ദൈവദാസന്മാർ എൻ്റെ അടുത്ത് തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്, ആം, ദൈവവേലയിൽ ഇറങ്ങുമെന്ന്. അതുപോലെ എൻ്റെ മാരേജിൽ എൻ്റെ ഹസ്ബൻഡും ദൈവവേലയിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കും. പുള്ളിക്ക് ഞാൻ ഹെൽപ്പായിട്ടായിരിക്കും ഞാൻ ദൈവവേല ചെയ്യുന്നത് എന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രവചനത്തിൽ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ യാതൊരു കാര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ലായിരുന്നു, എടുക്കുന്നില്ല. ഞാൻ തല കുലുക്കി പോത്തേ ഉള്ളായിരുന്നു. ആം, അത് കഴിഞ്ഞിട്ടാ ഈ അസുഖം വന്നതും ഇതുപോലെ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞതും, ഞാൻ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അഭിഷേകത്താലും സ്നാനപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ കിട്ടിയ സാൽവേഷൻ, ദ ജോയ് ഓഫ് സാൽവേഷൻ, അത് കിട്ടിയ ഈ മൂപ്പിൽ ഞാൻ എല്ലാവരോടും ദൈവവേലയിൽ ദൈവത്തിനെ കുറിച്ച് പറയുകയും, ആരാധനയ്ക്ക് ഞാൻ പോകുന്നതിന് ഡിഫറൻസ് മാറി. ചുമ്മാതെ പോയി വരിക എന്നല്ലാതെ, കർത്താവെ എൻ്റെ ആരാധന നിനക്ക് പ്ലീസിങ് ആയിരിക്കണേ എന്നുള്ളതായി. എനിക്ക് ഉപവാസം എടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പിന്നെ എനിക്ക് ആഗ്രഹം വെച്ച് തുടങ്ങി. അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസുകൾ വന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് എനിക്ക് പപ്പ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. കല്യാണ ആലോചനകൾ പലതും അനുഭവിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ എൻ്റെ ചിന്ത എന്തോ അതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം ദൈവവേലയിൽ പോണമെന്നാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെ പല കല്യാണത്തിന്റെ ആലോചനകൾ വന്നതിലും ഒന്നും നടന്നില്ല. അങ്ങനെ ഒരെണ്ണം നടക്കും എന്നായി കഴിഞ്ഞപ്പം ഞങ്ങൾ 6 പേരാണല്ലോ, പപ്പ മമ്മി 4 മക്കള്. ഞങ്ങൾ 6 പേരൂടെ നാട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ എല്ലാം തയ്യാറെടുത്തു. തയ്യാറെടുത്ത് പോവാൻ തുടങ്ങാറായപ്പോ ആ കല്യാണത്തിന് എന്തോ എനിക്ക് എന്തോ ഇത് കാരണം അത് മാറിപ്പോയി. എനിക്ക് പപ്പായ്ക്ക് ഇച്ചിരി അരഗന്റ് ആയിരുന്നു. പപ്പായ്ക്ക് ദേവദാസന്മാര് പെന്തക്കോസ്തുകാര് തന്നെ കല്യാണം നടത്തണം, അങ്ങനെയൊക്കെ ഇച്ചിരി അരഗന്റ് ഇതുണ്ടായിരുന്നു പപ്പായ്ക്ക്. സോ പപ്പ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ എന്തോ ഇതാണോ, എനിക്ക് റീസൺ ട്രൂലി എനിക്കറിയില്ല. പക്ഷെ കല്യാണം എന്തായാലും മാറിപ്പോയി. അങ്ങനെ വന്നപ്പോഴാ എനിക്ക് ഇപ്പം ഞാന് എൻ്റെ കൂട്ടു സഹോദരനായ ദൈവം തന്ന അച്ചാച്ചനുമായിട്ട് എൻ്റെ കല്യാണം ഫിക്സ്ഡ് ആയി. കല്യാണമായി. അന്ന് കല്യാണം ആകുന്ന ആ ദിവസം എൻ്റെ ഫാദർ ഇൻ ലോ അവിടെ നിന്നിങ്ങനെ പുള്ളിക്ക് കിട്ടിയ ഒരു വിഷനെ കുറിച്ച് പറഞ്ഞു. ഡാഡിയെ കാണിച്ചത് ദൈവം 2 മേശ മുറിഞ്ഞു പോയ 2 മേശ ഒരുമിപ്പിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പൊ അങ്ങനെ ഡാഡിക്ക് കൺഫർമേഷൻ കിട്ടിയത് ഞാനും അച്ചാച്ചനും കല്യാണം കഴിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അന്നേരം അച്ചാച്ചന്റെ അടുത്ത് പറയുന്നില്ല എനിക്ക് ദൈവവേല ആഗ്രഹം ഉണ്ടെന്നോ, അല്ലെ എന്നെ ദൈവവേലയ്ക്ക് ദൈവം കണ്ടിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അച്ചാച്ചൻ എന്നോടും അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ കല്യാണം കഴിച്ച ആ ദിവസം ചാച്ചൻ ഇതുപോലെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇതുപോലെ എന്നെ ദൈവം കണ്ടതാണ്, വിളിച്ചതാണ്, ദൈവവേലയിൽ എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ ദൈവവേല, കാരണം പെണ്ണുങ്ങൾക്ക് അധികം എന്തോ എന്തോ ഇത് ചെയ്യാനാന്ന് അറിയില്ല. പക്ഷെ ഭർത്താവിനൊപ്പം ഞാൻ ദൈവവേല ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. അപ്പൊ ചാച്ചനും പറഞ്ഞു, എടി എന്നോടും ദൈവദാസന്മാർ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനും ദൈവവേലയിൽ ഇറങ്ങും, ആ ആ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ അപ്പൊ പ്രിപ്പയർ ആയി ഇറങ്ങാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പിന്നെ ചാച്ചൻ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ വന്നു, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായ അമേരിക്കയിൽ എങ്ങനെയും ഒന്ന് ജീവിച്ചു പോകണം കുഞ്ഞുങ്ങള് എന്നുള്ള ആ കംഫർട്ട് ലെവലിൽ എത്തിയപ്പം ഞങ്ങളിൽ കിട്ടിയിരുന്ന വാഗ്ദാനം അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞങ്ങള് ഇച്ചിരി ഒന്ന് മാറിപ്പോയി. ഞങ്ങളുടെ കംഫർട്ട് ലൈഫിലായിപ്പോയി. ഞങ്ങൾക്ക് പ്രത്യേക പ്രശ്നമൊന്നും ജീവിച്ചു പോകാനുള്ള വക ദൈവം തരുന്നുണ്ട്. ഫൈനാൻഷ്യലി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ഹെൽത്ത് വൈസും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ പാൻക്രിയാറ്റിക് ക്യാൻസർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും
ഹെൽത്ത് വൈസ് ഞാന് ഓക്കെയാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു ദൈവം. 2 കുഞ്ഞുങ്ങള് ആദ്യത്തെ കുഞ്ഞ് പ്രീമച്യൂർ ആയിട്ടാ ജനിച്ചത്. എന്നാൽ തന്നെ ഹെൽത്ത് വൈസിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് അച്ചാച്ചനാണേലും ഇല്ല. ഫൈനാൻഷ്യലി ഞങ്ങള് ബുദ്ധിമുട്ടുന്നില്ല. പക്ഷെ ഞങ്ങള് കംഫർട്ടില്ല. ഞങ്ങള് സുഖത്തിൽ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഇരുന്ന സമയത്താ ഞാൻ എന്റെ കുഞ്ഞ് പ്രീമച്യൂർ ആണെന്ന് പറഞ്ഞല്ലോ. അവന്റെ കാര്യം അവിടെ പറഞ്ഞിട്ട് ഞാനപ്പ അവനാണെങ്കിൽ വയറ്റിലായിരുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്, കുഞ്ഞ് ഹെവി ആണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി അനീമിക് ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ ക്ഷീണം, വൈറ്റമിൻ കുറവുണ്ടായിരുന്നത് കാരണമുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്ന പുഷ്ടിയൊന്നും അന്നില്ല. അന്ന് ഇച്ചിരി എനിക്ക് 40 പൗണ്ട് കുറവായിരുന്നു. പുഷ്ടി അത്ര വലിയ ഇല്ല, എന്നാലും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞ് 32ാമത്തെ ആഴ്ച വേഗം ആശുപത്രിയിൽ പോയി. കാരണം എൻ്റെ വെള്ളം പൊട്ടി കുഞ്ഞിനെ ആശുപത്രി 18 hours ഓഫ് ലേബർ കഴിഞ്ഞ് കുഞ്ഞിന്റെ ലൈഫ് റിസ്കിലാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു ഞങ്ങൾ വേഗം സി സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ റിമൂവ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോഴെനിക്കൊരു ഉള്ളിൽ വീണ്ടും ഒരു ഭയം കയറി. എല്ലാം കൈവിട്ട് പോയല്ലോ, എന്തോ ആവും, കുഞ്ഞിനെ കിട്ടുമോ, കുഞ്ഞിന്റെ കാര്യം എന്താവുമെന്ന്. അപ്പൊ ഞാന് വിളിച്ചപേക്ഷിക്കുക, നിന്റെ വിളി കർത്താവ് നിന്റെ വിളി കേൾക്കുമെന്ന് പറഞ്ഞ ആ വചനം വേഗം ഓർമ്മ വന്നു. ഞാന് ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഉള്ളിൽ കിടന്ന് കർത്താവെ കൈവിടല്ലേ, നിന്റെ ലൈഫ് പോയാൽ എൻ്റെ കുഞ്ഞിന്റെ ജീവിതം പോകരുതേ എന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കാലിന്റെ സൈഡിലായിട്ട് 2 ദൂതന്മാര് നിൽക്കുന്ന പോലെ ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നിടം വരെയും അവൻ വെളിയിൽ വന്നു. അവൻ കരയുന്നിടം വരെയും ദൂതന്മാർ അവനെ പ്രൊട്ടക്ട് ചെയ്തു. അവൻ വയറ്റിലായിരുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു 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 സ്വപ്നമായിരുന്നു എനിക്ക് 2 ആൺപിള്ളേരുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാന് അച്ചാച്ചന് പ്രവാചകരുടെ പേരിടണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങൾ പല പേര് ചൂസ് ചെയ്തതിലും 2 ആൺപിള്ളേരെ സ്വപ്നത്തിൽ കണ്ടത് കാരണം കണ്ടതും ഇങ്ങനെ പറഞ്ഞു, അപ്പനെക്കാട്ടിൽ മിടുക്കരാണല്ലോ ഈ കുഞ്ഞുങ്ങൾ, ദൈവവേലയിൽ ഉറച്ചു നിൽക്കുന്നല്ലോ എന്നുള്ള ആ ഒരു സൗണ്ടും കേട്ടത് കാരണം ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു എലൈജ എന്ന് പേരിടാമെന്ന്. അങ്ങനെ എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് എലൈജ എന്ന് പേരിട്ടു. 2ാമത്തെ കുഞ്ഞിൻ ആണാണെന്നുള്ള വിശ്വാസത്താലാണ് അത് ഇടുന്നത്. ആ ഒരു സ്വപ്നം കാരണം മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ 2ാമത്തെ കുഞ്ഞ് ജനിച്ചു. ഒരു കുഴപ്പമില്ല, യാതൊരു പ്രീമച്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. അവന് ഞങ്ങൾ എലീഷ എന്ന് പേരിട്ടു. അങ്ങനെ കംഫർട്ട് ലൈഫിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡിപ്രഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഡിപ്രഷൻ പോലെ സ്റ്റാർട്ട് ചെയ്ത് ആ ഡിപ്രഷന് എന്നെ ഇങ്ങനെ ഇരുകളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ 2000, ഞാൻ ചിലപ്പോൾ ഡേറ്റ് തെറ്റിച്ചായിരിക്കും പറയുന്നത്, നമ്മുടെ അക്സ ഞങ്ങളുടെ ചർച്ചയിൽ പീറ്ററിനെ കല്യാണം കഴിച്ചു വരുന്നത്. അവളെ ഞാന് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു വീട്ടിൽ കണ്ടുമുട്ടുകയും അവള് കണ്ടപ്പോ തന്നെ എന്നോട് കുറച്ചു നേരം ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് 2 മിനിറ്റ് പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ അയ്യോ, കാരണം എനിക്കറിയാം ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കേണ്ട രീതിയിലല്ല നിൽക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ സമയത്ത് വെറുതെ നോ പറയണ്ടെന്ന് കരുതി ഞാൻ അവിടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ വേറെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോട് ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇന്നേ വരെ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാത്ത കാര്യങ്ങൾ ദൈവാത്മാവിൽ കൂടെ അവളിൽ കൂടെ എന്നോട് പറഞ്ഞു. അതില് ഞാൻ പറഞ്ഞല്ലോ ഡിപ്രഷന്റെ കാര്യം. അപ്പം ഈ ഡിപ്രഷൻ വരുന്ന സമയങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്നവന് എനിക്ക് 1 hour ഡ്രൈവാ ജോലിയിലേക്ക് പോകാൻ. ആ 1 hour ഡ്രൈവില് ഞാൻ പോകുന്ന സമയത്ത് ഈ ചുമ്മാ ഇരിക്കുവല്ലേ, അപ്പൊ നമ്മുടെ തലയിൽ ഇങ്ങനെ തോട്ടുകൾ ഇങ്ങനെ വരും. എനിക്ക് തോന്നുന്നു നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാ. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ചിന്തകൾ വന്നു കഴിയുമ്പോൾ എൻ്റെ ഈ ഡിപ്രഷൻ ഒത്തിരി ഹൈ ആയിട്ട് ഞാനിങ്ങനെ കരുതും അങ്ങ് വണ്ടി കൊണ്ട് ഇടിച്ചങ്ങ് മരിച്ചാലോ, അങ്ങനെ എൻ്റെ ജീവിതം അങ്ങ് ഇല്ലാതാക്കിയാലോ എന്നുള്ള ആ ചിന്തകൾ വരെ അവള് പരിശുദ്ധമാവിൽ എന്നോട് പറഞ്ഞു ദൈവം ചേച്ചിയെ വിടുവിച്ച രീതികള്, ദൈവം ചേച്ചിക്ക് വേണ്ടി തുറന്ന വഴികള്,
അനേകമായിട്ടും ചേച്ചിക്ക് ഇപ്പോഴും വിശ്വാസമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ജീവിതം അത് മാറണം, ചേച്ചി പ്രാർത്ഥിക്കണം, ചേച്ചി എടുക്കണം എന്ന് പറഞ്ഞാൽ അവള് കുറെ അഡ്വൈസസ് തന്നു. പിന്നെ എനിക്ക് വേറൊരു 2-3 വാക്തത്വങ്ങളല്ല, ലൈക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിഷയങ്ങൾ തന്നു. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാനായിരിക്കുന്ന ആ സമയത്ത് വിശ്വാസം ഒട്ടും എന്നിൽ ഇല്ലാതെ പോയി. എനിക്ക് ഇത്രയും എന്താ ഇസ്രായേൽ മക്കളെ പോലെ ഇത്രയും ദൈവം ഇത്രയും ചെയ്തിട്ടും ആ വിശ്വാസം ഇല്ലായ്മ, കാരണം എൻ്റെ ആ പഴയ ഇതെന്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരാളോട് സംസാരിച്ചാൽ പറഞ്ഞു, കർത്താവായി വരുമെന്ന് ജനിച്ചപ്പോ തൊട്ട് കേൾക്കുക, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇത് ആ ഒരു ജീവിതം ഇത് എങ്ങനെയാന്നുള്ള ഇതിലിങ്ങനെ പോയി. അത് പോയി. പക്ഷെ ഈ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ വിഷയങ്ങളല്ല എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ തുടങ്ങി. ഒന്നിന്റെ പുറയായിട്ട്. അപ്പൊ ഞാനിങ്ങനെ വേഗം ഉടനെ എനിക്ക് അക്സ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, കാരണം ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ ചാച്ചനോട് അക്സ പറഞ്ഞതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അവള് പറഞ്ഞതായെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ, ഇതൊന്നും റിയാലിറ്റിയിൽ ഒരിക്കലും വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും പ്രാർത്ഥിച്ചു ഇല്ല, എടുത്തുമില്ല. പിന്നെ ഇത് ഓരോന്നോരോന്നായി ലൈഫിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ഈ യോസെഫിനെ പിടിച്ച് പൊട്ടക്കണറ്റിലിട്ട ഒരു അവസ്ഥയിലായിപ്പോയി എനിക്ക്. ആരുമില്ല, എന്തു ചെയ്യണ്ടേ, എനിക്ക് ആകെ ഒരു നിഗ്ലക്ട്, ഒരു ലെഫ്റ്റ് അലോൺ. അമേരിക്കയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം ഐസൊലേഷൻ. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എന്നെ തിരിഞ്ഞു നോക്കാൻ. ആ ഒരു അവസ്ഥയിലേക്ക് പൊട്ടക്കണക്കിൽ വീണ ഒരു അവസ്ഥയിൽ ഞാനായി. ആ അവസ്ഥയിലായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കൂടെ ഒരു കൂട്ടു സഹോദരി അന്ന് അക്സയുടെ കൂടെ ഉണ്ടായിരുന്നെന്ന്. ആ സഹോദരിയും അക്സയും എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയില് അവിടെ ആയിരിക്കുന്നത് ഓർത്ത് വിഷമിക്കണ്ട, ചേച്ചി അതിൽ നിന്ന് കയറി വരണം, ചേച്ചി അതിന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതെല്ലാം അവിടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് എൻ്റെ മനസ്സങ്ങ് കല്ലിച്ച്, പറവോന്റെ മനസ്സ് കല്ലിച്ചതുപോലെ എൻ്റെ ഹൃദയം കയറി കല്ലിച്ച്. ഞാൻ ഇങ്ങനെ, കർത്താവ് നീയും എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. പിന്നെ ഞാൻ കറിയേ കൈവിടാതിരിക്കുന്ന ഇങ്ങനെ എൻ്റെ കയ്യിലിരിക്കും അതല്ലായിരുന്നു, ദൈവത്തെ ഞാൻ അതുപോലെ നിഷേധിച്ചില്ലേ. അപ്പൊ ദൈവം എന്നെ കൈവിട്ടു. അപ്പൊ ഞാൻ അക്സയോട് പറഞ്ഞു, ദൈവം എന്നെ കൈവിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല ചേച്ചി അങ്ങനെയില്ല, ഒരിക്കലും കൈവിട്ടിട്ടില്ല, ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്ഷെ ഈ മുറിവുകളെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് ഞാൻ ചെന്നിരിക്കുമ്പോ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഹൃദയത്തിന്റെ ഭാരം കല്ലുപോലെ എന്നെ അങ്ങ് ഭൂമിയിലേക്ക് അങ്ങ് തെള്ളിയിടുവാണ്. അപ്പൊ എസെക്കിയേൽ 36 തോന്നുന്നു, എനിക്കൊരു പുതിയ ഹൃദയം, കർത്താവേ നീ എനിക്കൊരു പുതിയ ഹൃദയം, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു വാക്യം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ 3ാമത്തെ കുഞ്ഞുമായിട്ട് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ആ വാക്യം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എന്നിലൊരു പുതിയ ഹൃദയം നീ തരണം, എന്നിലൊരു പുതിയ ഹൃദയം നീ എനിക്ക് തരണമേ, എന്നിലൊരു പുതിയ ഹൃദയം എനിക്ക് തരണേ. എന്തായാലും കർത്താവിന് സ്തോത്രം. എന്നിലുണ്ടായിരുന്ന ആ ഇരുൾ അനുഭവം ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവം സഹായിച്ചു. ഞാൻ അന്ന് തുടങ്ങിയ ആ പ്രാർത്ഥനയാ, കർത്താവെ എന്നിൽ നീ വേണ്ട രീതി ഫലം കായ്ക്കണമേ. കാരണം നമ്മൾ മാത്യുവിൽ വായിക്കുമ്പോൾ ദൈവം ഒരു അത്തിവൃക്ഷത്തെ കണ്ടു, ഇട്ട് കളയാൻ പറഞ്ഞു എന്ന് പറയുന്ന പോലെ, കർത്താവെ എന്നെ നീ ഇല്ലാതാക്കല്ലേ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോണെ പോലെ തന്നെ തിരിച്ചു വന്ന്, കർത്താവെ നീ ആഗ്രഹിക്കുന്ന രീതി നിന്റെ വേലയിലായിരിക്കും ഞാൻ എവിടെ ആണേലും നീ ടെസ്റ്റിമണി പറയാൻ, നിന്റെ മഹത്വം നീ എനിക്ക് ജീവിതത്തിൽ ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം പറയാൻ ഞാൻ കീഴ്പ്പെട്ടു തരുന്നു എന്നും പറഞ്ഞ് ഞാൻ ഉപവസിച്ചെടുത്ത് പ്രാർത്ഥിച്ചു. ഹൃദയം എന്നിൽ പണിയണമേ, പുതിയ ഹൃദയം എന്നിൽ പണിയണമേ. പിന്നെ യോബിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എന്തുവാ ലൈക്ക് ഇതെല്ലാം ഒരു കുഞ്ഞടി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവം ഇങ്ങനെ അടി തന്ന് നമ്മളെ നിലനിർത്തേണ്ട രീതി നിലനിർത്താനും ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ട രീതി നയിക്കാനും. അതുപോലെ യോബിന്റെ പുസ്തകത്തിൽ 5:17-19 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, for he wounds he also binds up, he injures but his hands also heals. അവൻ മുറിപ്പെടുത്തും, അവൻ തന്നെ ഹീൽ ചെയ്യും. ആ ഒരു കുഞ്ഞടി എനിക്ക് ദൈവം തന്നതിനായി ഞാൻ ദൈവത്തെ അധികമായി സ്തോത്രം ചെയ്യുന്നു. കാരണം അതാണ് എൻ്റെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ, അല്ലെ എനിക്ക് ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണെന്ന് പോയി തിരിച്ചറിയാനും രുചിച്ചറിയാനും അത് ഇപ്പം എനിക്ക് മറ്റുള്ളവരിലേക്ക് പകരാനും. ഇപ്പം
കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കും, ചേച്ചി ഹൗ ഡു യു സ്റ്റേ കോൺഫിഡൻറ്റ്? കോൺഫിഡൻ്റ് ആയിട്ട് ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയും, ഞാൻ രുചിച്ചറിഞ്ഞ കാര്യമാണ്, ഞാൻ എൻ്റെ ലൈഫിൽ അറിഞ്ഞ കാര്യമാണ്, ഞാൻ ഫെൽറ്റ് ചെയ്ത കാര്യം, എൻ്റെ ടെസ്റ്റിമോണിയാണ്. അപ്പൊ എനിക്ക് ആരുടെയും ഇതിൽ വേണ്ട, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, എൻ്റെ കർത്താവ് റിയൽ ആണ്. ദർ ഇസ് നോ വൺ beside him, there is no one greater than him. എനിക്ക് ഉറപ്പായിട്ടും പറയാം. പിന്നെ ഇപ്പം നമ്മുടെ ഈ രാജ്യത്തല്ല, എനിക്കറിയത്തില്ല ഇന്ത്യയിലെ കാര്യം, ഈ രാജ്യത്തെ അനേക കുഞ്ഞുങ്ങൾ ചർച്ചിൽ പോകുന്നുണ്ടെങ്കിലും ദൈവം ആരെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിലാണ്, ട്രൂ എൻകൗണ്ടർ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. കർത്താവിന്റെ എൻകൗണ്ടർ ഇല്ലാത്തടത്തോളം കാലം ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ് എന്ന രുചിക്കാതെ ദൈവം ആരെന്നറിയാൻ ആ ഒരു അവസ്ഥയില്ലാത്ത കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. അപ്പൊ ദൈവം എനിക്ക് ഈ തന്ന അനുഭവങ്ങളെല്ലാം അതിനായിട്ട് ആണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം കണ്ടുവച്ചവരെ ദൈവം വിളിച്ചു മാറ്റും. അവന്റെ ആഗ്രഹത്തിൽ, കർത്താവിന്റെ ആഗ്രഹത്തിൽ അവനെ ആക്കിയെടുക്കും. ഇതാണ് എന്റെ സാക്ഷ്യം ഇപ്പം ആയിരിക്കുന്ന രീതിയിലാണ്. ജിനോയുടെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി വിടുതലുകൾ തന്ന അത്ഭുതങ്ങള്, ജിനോയുടെ അപകടത്തിൽ നിന്നൊക്കെ വിടുവിച്ചതായ കുറേ അനുഭവങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഷെയർ ചെയ്താൽ അനുഗ്രഹമായിരിക്കും. അപ്പം വേറെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്തേത്, പിന്നെ എൻ്റെ സ്കിൻ ഡിസീസ്, സ്കൂൾ ബസിന്റെ കാര്യം, പിന്നെ എനിക്ക് സംഭവിച്ച ഒരു ഇതെന്ന് പറഞ്ഞാല്, ഞങ്ങള് കുഞ്ഞായിരുന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞ പപ്പാടെ ഹോൾ ഫാമിലി ഇവിടെയാണ്, അവര് ന്യൂജേഴ്സിയിലായിരുന്നു താമസിക്കുന്നത്. അപ്പം ഈ വെക്കേഷന്റെ സമയത്ത് ഞങ്ങളെല്ലാം അവിടെ ജേഴ്സിയിലെ ഒരു ബീച്ചിൽ പോയി. ആ ബീച്ചിൽ പോയ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ അവിടെ അത്ര വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, കരയുടെ അറ്റത്ത് തന്നെ നിന്ന് ഞങ്ങളെല്ലാം കസിൻസ് എല്ലാം അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. വേഗം ഒരു വേവ് വന്നു. അപ്പം അങ്കിൾമാരെല്ലാം പിള്ളേരെ കയറി പിടിച്ചു, പപ്പായും പിടിച്ചു. എനിക്ക് 2 അനിയന്മാരുണ്ട്, പപ്പ 2 അനിയന്മാരെ കയറി പിടിച്ചു, ചേച്ചീനെ മാറ്റി. പക്ഷെ എന്നെ അപ്പത്തേന് കടല് ഇത് വേവ് വന്ന് എന്നെ എടുത്തോണ്ട് പോയി. പപ്പ ഒരു നല്ല സ്വിമ്മറാണ്, അത് കാരണം പപ്പ പുറകെ വന്നു. ഞാൻ ഇട്ടിരുന്ന റെഡ് ഉടുപ്പായിരുന്നു, പുറകെ വന്ന് എന്നെ കാലെ പിടിച്ച് വലിച്ച്, വേവിന്ന് പിടിച്ചു വലിച്ച്. അന്ന് പക്ഷെ ഞാൻ കരുതി ഞാൻ മരിച്ചു പോയെന്നും കരുതി, കടലിൽ കൊണ്ടുപോയി ഞാൻ മരിച്ചു എന്ന് എനിക്ക് ഉറപ്പായി. എല്ലാരും കരുതി അവളെ കൊണ്ടുപോയല്ലോന്ന്. ചിലപ്പോ ഇപ്പോഴാണെങ്കിലും എൻ്റെ അങ്കിള് പറയും, അന്ന് പോയ പോക്കിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അവിടുന്ന് ദൈവം എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സർജറിയുടെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ സർജറി ഒക്കെ കഴിഞ്ഞ തീഷ്ണതയുടെ ഇതില് ഞങ്ങളുടെ പാസ്റ്ററിന്റെ പേര് തമ്പി മാർക്കസ് എന്നാ. പാസ്റ്റർ തമ്പി മാർക്കസ് എന്ന പുള്ളി പാസ്റ്ററാണ് ഞങ്ങൾക്ക് ഒരു ബൈബിൾ കോളേജിൽ ഒരു അഡ്മിഷൻ മേടിച്ചു തന്നു എനിക്ക്. അങ്ങനെ ഞാൻ ജെയിംസൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജിൽ പോയി എൻറോൾ ചെയ്തു. അപ്പൊ ചർച്ച് കഴിഞ്ഞിട്ട് ആ ബൈബിൾ കോളേജിൽ പോകുന്നത്, കാരണം മൺഡേ ടു ഫ്രൈഡേ അല്ല സ്കൂളിൽ പോകും. അതിന് ചർച്ച് കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ അന്ന് വൈകിട്ട് പോകും. അച്ഛനങ്ങൾ തന്നെ ഞങ്ങളെ കൊണ്ടുപോവുക ചെയ്യുന്നത്. അച്ഛനങ്ങൾ തന്നെ ഞാൻ പാസ്റ്ററിനെ വിളിക്കുന്നത്, പാസ്റ്റർ തമ്പി വർക്കസ് ആണ്. അന്നേരം അച്ഛനങ്ങളാണ് ഞങ്ങളെ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ ഞാൻ ചർച്ച് കഴിഞ്ഞ് ചേച്ചിയും ഉണ്ടായിരുന്നു, കുഞ്ഞും ഉണ്ടായിരുന്നു, ഞാനായിരുന്നു വണ്ടി ഓടിക്കുന്നത്. ഇത് ഫിലദൽഫിയയിലാണ്, അവിടെ മഞ്ഞ് പെയ്യുന്നിടവാ. അപ്പം ചർച്ച് കഴിഞ്ഞ് റഷ് ചെയ്യുക, മഞ്ഞ് പെയ്തു. പക്ഷെ മഞ്ഞ് ഈ വൈറ്റ് ആയിട്ട് കിടക്കുവല്ല, ബ്ലാക്ക് ഐസ്, സ്ലഷി പോലെ ഇങ്ങനെ കിടക്കുക, ബ്ലാക്ക് ഐസ്ഡാ. അപ്പം സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ. പക്ഷെ അന്ന് എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. അപ്പം അത്ര വണ്ടി റഫായിരുന്നു, ഞാൻ സ്പീഡായിരുന്നു. ഞാനത് ബ്ലാക്ക് ഐസിൽ കൂടെ ഓടിക്കേണ്ട രീതിയിലല്ല ഓടിച്ചത്. ഞാൻ ധൃതി കാരണം, വീട്ടിൽ പോയി കഴിച്ചിട്ട് വേണം ഇനി അച്ഛനങ്ങളുടെ അവിടെ പോകാനെന്നുള്ള ഇതില് ധൃതി കാരണം ഞാൻ ഇച്ചിരി ഫാസ്റ്റിലാണ് ഓടിച്ചേ. എന്റെ മുന്നിലത്തെ വണ്ടി തെന്നുന്നത് കണ്ട് അതിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്തെ വണ്ടിയിലോട്ട് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർക്ക് ചെയ്യുന്നതിന്റെ ഏരിയയിലേക്ക് കയറാമെന്ന് കരുതിയ വിശ്വാസത്തോടെ ഞാൻ വണ്ടി എടുത്തു. പക്ഷെ അത് പോയി ഇടിച്ചത് ഒരു ബിഗ് വാളയിലായിരുന്നു. ഇടിച്ചു, വണ്ടി മേളിലോട്ട് ഇങ്ങനെ പോയി ഇടിച്ച് കയറി. ആ സ്പോട്ടിൽ തന്നെ വണ്ടി തീ കത്തിയെങ്കിലും ഞാൻ ഇടിച്ചതിന്റെ ആ ഫോഴ്സ് കാരണം ഞാൻ മയങ്ങിപ്പോയി. എൻ്റെ ചേച്ചി എന്നെയും ചേച്ചിയുടെ കുഞ്ഞിനെയും കാറിൽ നിന്ന് വലിച്ചെടുക്കുമായിരുന്നു.
അങ്ങനെ ദൈവം അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു. ഞാന് അഗൈൻ ഞാൻ യോബിന്റെ പുസ്തകത്തിൽ തന്നെ പോവാ. ഫ്രം 6 കലാം ഇറ്റ് ഈസ് ഹി വിൽ റെസ്ക്യൂ യു, ഇൻ 7 നോ ഹാർം വിൽ ടച്ച് യു എന്ന് പറഞ്ഞ പോലെ ദൈവം പല കലാമിറ്റീസും എന്നെ വിടുവിച്ചത്. ഇത് ഇത് ഇത്രയും ഉള്ള ഇതാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സി സെക്ഷൻ ആണെങ്കിൽ തന്നെ 3 സി സെക്ഷൻ കഴിഞ്ഞതാ. ഓൾ ടുഗദർ എൻ്റെ ദേഹത്ത് 7 സർജറി സോഫാർ ചെയ്തു. ഒന്ന് പോർട്ട് ഇടാന് സർജറി, അത് കഴിഞ്ഞ് പോർട്ട് റിമൂവ് ചെയ്യാന് 3 സി സെക്ഷന്, പിന്നെ എൻ്റെ ടോൺസിൽസ് ആണെങ്കിൽ തന്നെ അവർ എടുക്കണ്ടെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. കാരണം ഓൾറെഡി എനിക്ക് സ്പ്ലീനും ഇല്ലാത്തതുകൊണ്ട് ടോൺസിൽസ് കൂടെ എടുത്താൽ അത് എൻ്റെ ബോഡിയിൽ വേറെ രീതി റിയാക്ഷൻ, എനിക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ഇതൂടെ കുറയും. എടുക്കണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം എനിക്ക് ടോൺസിൽസിൽ റോക്സ് പോലെ വന്നിട്ട് അത് ഇൻഫെക്ഷൻ ആയി. അത് എൻ്റെ ലൈഫിൽ റിസ്ക് ആവുമെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു അത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ടോൺസിൽസ് റിമൂവ് ചെയ്ത് അങ്ങനെ 7 സർജറി എൻ്റെ ശരീരത്ത് ഓൾ ടുഗദർ കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ. കർത്താവ് 7 സർജറിയും കഴിഞ്ഞ് ഇത്രയും അപകടങ്ങളിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചല്ലോ. അത് ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് ഉദ്ദേശമുള്ളവരെ ഏതെല്ലാം അവസ്ഥകളിലൂടെ നാം കടന്നു പോയാലും അവിടെ നിന്നൊക്കെ കർത്താവ് എന്തോ ചെയ്യും, വിടുവിച്ച് കൊണ്ടുവന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് കർത്താവ് ഉപയോഗിക്കും. പക്ഷേ കർത്താവിൻ്റെ ഒരു സമയം, കർത്താവിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് കർത്താവ് നമ്മെ പൂർണ്ണമായിട്ടും വിളിച്ച് ഇറക്കും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ഇപ്പോൾ ജിനു, അപ്പം എങ്ങനെയാണ് ഈ കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയാകുന്നത്? ബൈബിൾ സ്കൂൾ ഒക്കെ പഠിച്ചതാണല്ലോ ബൈബിൾ സ്കൂൾ പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ പഠിച്ച പക്ഷെ ഞാൻ ഫിനിഷ് ചെയ്തില്ല. എനിക്ക് കാർ ആക്സിഡന്റ് കഴിഞ്ഞതോടെ എനിക്കത് ഫിനിഷ് ചെയ്യാതെ പറ്റാതെ പോയി. പിന്നെ ദൈവം, ഞാൻ പറഞ്ഞല്ലോ, കംഫർട്ടിലായി പോയത് കാരണം അതിൻ്റെതായ ഒരു ബാഗ് അപ്പോഴായി യോസെഫിനെ പൊട്ടക്കണത്തിലിട്ടോ എന്നെ ഒരു ഇതിന് വിട്ടു. അവിടെ വെച്ച് എനിക്ക് കുറെ വചനത്താൽ എന്നെ ദൈവം ബലപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വീണ്ടും ബൈബിൾ വായിക്കും. അങ്ങനെ എന്നെ വചനത്താൽ ബലപ്പെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ സാക്ഷി പറയും. പക്ഷെ എനിക്ക് ഇങ്ങനെ പബ്ലിക് മിനിസ്റ്റർ ആയിട്ടൊന്നുമില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കും. എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളുമായിട്ട് ചർച്ചിലാണേലും എവിടെ ആണേലും കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് ഇടപെടാൻ, ഇന്ററാക്ട് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അവരുമായിട്ട് അതിന്റെ റീസൺ എനിക്ക് തോന്നുന്നു ഞാനും ഇവിടെ വന്ന് വളർന്നോണ്ടാന്ന് തോന്നുന്നു. അവരുമായിട്ട് അനുഭവത്തിലേക്കൂടെ സെയിം പോവാൻ എന്നെയും കൊണ്ട് പറ്റുന്നോണ്ടാന്ന് തോന്നുന്നു. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന ആൻസൈറ്റി അല്ല ഓവർവെൽമിങ്, പിന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ അവരെ വചനത്താലും എൻ്റെ എക്സ്പീരിയൻസാലും എനിക്ക് അവരോട് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ധൈര്യത്തോടെ, മോനെ ദൈവം നിനക്ക് വഴി തുറക്കും, അല്ലെ ദൈവം നിന്നെ, your leg won't fall off of the stalk, he will make it stand firm എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ആണെങ്കിൽ അങ്ങനെ വചനത്തിൽ കൂടെ സംസാരിക്കത്തില്ല. പക്ഷെ ദൈവം വചനത്തിൽ കൂടെ സംസാരിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസിനകത്തൂടെ ഞാനത് ഇടാറുണ്ട്. കാരണം ആൾക്കാർക്ക് ആർക്കെങ്കിലും കണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ ഹെൽപ്പ് ചെയ്യട്ടെന്ന് കരുതി. അങ്ങനെ എന്നെയും കൊണ്ട് എങ്ങനെയൊക്കെ പറ്റുന്ന ആ രീതിയിലെല്ലാം ഞാനിത് ചെയ്യും. പിന്നെ ജോലിയിലാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ ജോലി, ഞാനൊരു സ്കെഡ്യൂളർ പേറോൾ, ടൈം കീപ്പർ, അങ്ങനത്തെ ഒരു എനിക്കായിട്ട് ദൈവം തുറന്നു തന്നൊരു ജോലിയാ. ഞാൻ ആക്ച്വലി റെസ്പിറ്റോറി ബാക്ക്ഗ്രൗണ്ട് ആണ്. റെസ്പിറ്റോറിയിലെ ജോലി ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ ക്വിറ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിന്റെ കാലെ പിടിച്ച് പറഞ്ഞു എനിക്ക് റെസ്പിറ്റോറി ചെയ്യാൻ മേലെ വേറെ ഒരു ജോലി എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തോളാം, അത് മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഫാർമസിസ്റ്റ് നാട്ടില് ഇവിടെ പ്രെപ്പ് ചെയ്തുകൊണ്ടിരിക്കുവോ പരീക്ഷയ്ക്ക്. അപ്പം ഹസ്ബൻഡ് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം പുറകെ കൂടെ പോയി ഞാൻ അവിടെയും ജോലി ചെയ്യാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ 3ാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ ബേബി സിറ്റിങ്ങിന്റെ ഇഷ്യൂവും ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പം ദൈവം എനിക്ക് തുറന്നു തന്നൊരു ജോലി ചെയ്ത് അവിടെ ഇന്നേ വരെ ഞങ്ങളുടെ ഫാർമസിയിൽ 384 പേര് ജോലി ചെയ്യുന്നിടത്ത് ഇന്നേ വരെ ഒരാൾക്ക് പോലും റിമോട്ട് ജോബ് കൊടുത്തിട്ടില്ല. റിമോട്ട് എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടില്ല. അവിടെ എൻ്റെ ബോസ് ആണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു എക്സെപ്ഷൻ തന്ന് മൺഡേ ടു ഫ്രൈഡേ വീട്ടിൽ ഇരുന്ന് ചെയ്യാനൊരു ജോലി എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നൊരു ജോലി ചെയ്ത്.
അപ്പൊ എന്റെ ജോലി സ്കെഡ്യൂളിങ്, ഇത് പേറോള്, എഫ് എം എൽ എ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലീവ്, പേഴ്സണൽ ലീവ്, അങ്ങനത്തെ ജോലിയാ. അപ്പൊ ഞാനിപ്പോ ശ്രദ്ധിച്ച എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഒത്തിരി പേര് ക്യാൻസർ രോഗമായി ലീവിന് വരും, എടുക്കും. അപ്പൊ കഴിഞ്ഞ ദിവസമാണേലും ഒരു പ്രിയദാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് വയറിന് ക്യാൻസറാ, 84% വയറ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം അതിന്റെ അർത്ഥം വയറ് റിമൂവ് ചെയ്യുക, അപ്പം ബാഗ് അവരെ ഉണ്ടാക്കി അങ്ങനെ ഫേക്ക് ഇതായിരിക്കും. അപ്പൊ അവൾ അതിൽ സങ്കടപ്പെടുവാണ്. പിന്നെ കോളൻ ക്യാൻസർ ഒക്കെ വന്ന് അവരെനിക്ക് മെസ്സേജ് ചെയ്യുമ്പം എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. ദൈവവചനം കൊടുത്ത അവര് HR പോയി കംപ്ലൈന്റ് ചെയ്ത് പറഞ്ഞ എനിക്ക് പിന്നെ എന്റെ ജോലിയോട് പോക്കാന്നല്ലോ എന്നൊക്കെ കരുതി പേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ധൈര്യത്തോടെ ഞാൻ ആദ്യം ഒന്ന് ഒരു വാക്ക് ഇട്ടിട്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയും. അന്നേരം അവര് റിപ്ലൈ ചെയ്യുമ്പം എനിക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് ദൈവം എനിക്ക് വേണ്ടി തന്ന ആളാണ്. അപ്പൊ ഞാനിപ്പോ ധൈര്യത്തോടെ പറയും, പ്രേ, ഹി വിൽ കംഫർട്ട് യു, ഹി വിൽ ഗൈഡ് യു, ഹി വിൽ ഹീൽ യു, വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ഇങ്ങനെ ഓരോ വാക്യം ഓരോ ദിവസം എനിക്ക് ഇട്ട് കൊടുക്കാനും അവരെ ധൈര്യപ്പെടുത്താനും, അവര് പോകുന്ന വേദന എന്തോ അന്ന് അനുഭവിച്ചവളായോണ്ട് എനിക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. ഞാൻ പറയും, എനിക്കറിയാം ക്യാൻസർ എന്തുമാത്രം ഹെർട്ട്ഫുൾ ആണ്. ആൻസൈറ്റി, പേടി, ഭയം, നാളെ എന്തോ ആയിത്തീരും എന്നുള്ള ഭയം, ഇതെല്ലാം അവരുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ദൈവം തന്ന അനുഭവങ്ങളല്ല ഇങ്ങനെയുള്ളവരോട് സംസാരിക്കാനാണ്. അപ്പൊ എന്റെ എന്നെ വേല ഏൽപ്പിച്ചെന്ന് പറയുമ്പോ ഇതാണ് എന്റെ ദൈവവേല എന്ന് എനിക്ക് മനസ്സിലായി. ആമേൻ ആമേൻ, പ്രൈസ് ലോർഡ്. ദൈവ കർത്താവിൻ്റെ വേലയെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് ഒന്നിൽ ഒരു പാസ്റ്ററായിട്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുക, ഇങ്ങനെ എല്ലാവരും അറിഞ്ഞ് പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പോയി വീടാൻ തോറും പോയി സുവിശേഷം പറയും, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ കർത്താവിൻ്റെ വേല ഒരുപാട് തരത്തിലെന്തുവാ ഉണ്ട്. കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത് ഇപ്പം ജിനോ പറഞ്ഞു, കുഞ്ഞുങ്ങളോട് എന്തോ ചെയ്യുന്നു, കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഇതുപോലെ സമീപിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. ഇതൊക്കെ കർത്താവിൻ്റെ വേലയുടെ ഒരു വലിയ ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെല്ലാം ഒരുപാട് അവയവങ്ങളുള്ളതുപോലെ കർത്താവിൻ്റെ വേലയും ഒരുപാട് പല പല രീതികളിലാണ്. അപ്പോൾ ഏത് രീതിയിലായാലും നമ്മുടെ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ, നമ്മുടെ കർത്താവ് ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് ജിനോയെ ഉപയോഗിക്കുന്നല്ലോ. ഇനിയും കർത്താവ് അനേക വഴികൾ തുറന്നു തരട്ടെ. കർത്താവിൻ്റെ വേലയിൽ പിന്നെയും മുന്നോട്ട് പോകാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ, ഞങ്ങളും ആശംസിക്കുന്നു. ഇനി പ്രത്യേകമായി ജിനോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ആന്റി, ഇല്ല. എന്റെ ടെസ്റ്റിമോണി ഇതിങ്ങനൊരു എനിക്കൊരു വേദി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ മലയാളത്തിൽ ഫോർമലി സംസാരിക്കാൻ ഞാൻ ഫ്ലുവന്റ് അല്ല. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നവർ തന്നെ സംസാരിച്ചെന്നറിയാതെ ആന്റി ക്ഷമിക്കണം, കേൾക്കുന്നവർ ക്ഷമിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല, നല്ല രീതിയിലാണ് മലയാളം സംസാരിച്ചത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തുവാ കേൾക്കുന്നവർക്കായിത്തീരും. അതാണ് സാക്ഷ്യം പറയാനുള്ള ഇത്രയും നല്ല രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ ജിനോ, ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ജിനോയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ജിനോ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ, ഹല്ലേലൂയ. Heavenly Father, thank you for this blessed morning you have given to us, oh God. Thank you for allowing us to come here, oh God. As we were here, oh God, let your name be raised up, oh God. Let your name be glorified, oh God, for you deserve all the glory and all the fame, oh God. God, as I was able to give my testimony, oh God, thank you for allowing the auntie to give me this opportunity, oh God, in all her ministry that she is doing, God. Let it be a blessing for many years, and let it strengthen them, oh God, and encourage their daily life, oh God. Bless dear Andy, oh God, and allow her to, oh God, be able to provide doors open for many who are listening, oh God, and continue to be with her, oh God. Help her, oh God, strengthen her, oh God. Allow all the things that she does, oh God, be a
treasure up in the kingdom of heaven, oh God. Let your favor be upon her, oh God. Bless her, oh God. And those who are listening to my testimony, oh God, help them to encourage them, oh God. And let your name be raised, oh God. Let it be for the kingdom of glory, oh God. It's not for us, oh God. It's not for us, oh God, but for you, oh Lord, and you only, oh God. Let your name be glorified in everything we do, oh God. Giving everybody in your hands one more time, oh God. Let it be a blessing for them, oh God. Let it be encouraging for them, God. Giving everyone in your hands, oh God. In the name of Jesus, I ask. Amen. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ ജിനു, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.